ന്യൂ വെറൈറ്റി ഇംഗ്ലീഷിൻ്റെ പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം പഠിക്കുന്ന ടോപ്പിക് ഒരുപാട് മുമ്പ് തുടങ്ങിയ ഒരു പ്രവൃത്തി നാം ഇപ്പോഴും ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നാം എങ്ങനെ പറയും? അല്ലെങ്കിൽ മുമ്പ് തുടങ്ങിയൊരു ജോലി ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ് നാം ഇന്ന് പഠിക്കുന്നത്. അത് ഏകവചന സബ്ജക്റ്റ് വരുമ്പോൾ, ബഹുവചന സബ്ജക്റ്റ് വരുമ്പോൾ എങ്ങനെ ഉപയോഗിക്കുമെന്ന് വിശദമായി പറയുകയാണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഈ ടേം എങ്ങനെ യൂസ് ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഞാൻ 5 വർഷമായി ഞാനൊരു അധ്യാപകൻ ആണ് എന്ന് എങ്ങനെ പറയുമെന്ന് നോക്കാം. ഐ ഹാവ് ബീൻ എ ടീച്ചർ ഫോർ 5 years. വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഐ ഹാവ് ബീൻ എന്ന് ഉപയോഗിക്കാം. എന്നിട്ട് നമ്മുടെ ജോലി എന്താണോ ആ പേരണ്ട് കൊടുത്താൽ മതി. ഐ ഹാവ് ബീൻ എ ടീച്ചർ ഫോർ 5 years. 5 വർഷമായി ഞാനൊരു അധ്യാപകനാണ്. അതിൻ്റെ അർത്ഥം 5 വർഷം മുമ്പ് അധ്യാപക ജോലി ചെയ്യാൻ തുടങ്ങി, ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കാൻ, അവസാനിച്ചിട്ടില്ല. ഇനി ഇതിനെ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് മാറ്റുമ്പോഴോ ഹാവ് യു ബീൻ, ഹാവ് ഐ എന്നുള്ള സബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുക്കുക. തിരിച്ചു മറിച്ചും കൊടുക്കുമ്പോൾ ഹാവ് ഐ എന്ന കിട്ടുക. ഹാവ് ഐ എന്നുള്ളത് എന്ത് ചെയ്യുക? ഓപ്പോസിറ്റായിട്ട് യു ആക്കി മാറ്റുന്നു. അപ്പോൾ ഹാവ് യു ബീൻ എ ടീച്ചർ ഫോർ 5 years. 5 വർഷമായി നീ ഒരു അധ്യാപകൻ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ കിട്ടും. ഐ ഹാവ് ബീൻ എ ടീച്ചർ ഫോർ 5 years. ഹാവ് ഐ ബീൻ എ ടീച്ചർ ഫോർ 5 years. ഹാവ് യു ബീൻ എ ടീച്ചർ ഫോർ 5 years എന്ന് ക്വസ്റ്റ്യൻ ലഭിച്ചു. അതിൻ്റെ അർത്ഥം 5 വർഷമായി നീ ഒരു അധ്യാപകൻ ആണോ. ഇനി ഇതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ എന്ത് ചെയ്യണം? ഹാവിൻ്റെ കൂടെ നോട്ട് കൊടുക്കുക. അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഇൻറ്റ്. ഐ ഹാവിൻ ബീൻ എ ടീച്ചർ ഫോർ 5 years. 5 വർഷമായി ഞാനൊരു അധ്യാപകൻ അല്ല. ഇനി അതിനെ വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് മാറ്റുമ്പോൾ ഹാവിൻറ്റ് യു ബീൻ എ ടീച്ചർ ഫോർ 5 years. ഹാവിൻ്റെ എന്നുള്ള ഫസ്റ്റിലോട്ട് കൊടുക്കുക, സബ്ജക്റ്റ് ശേഷം കൊടുക്കുക. ഹാവിൻറ്റ് യു ബീൻ എ ടീച്ചർ ഫോർ 5 years. 5 വർഷമായി നീ ഒരു അധ്യാപകൻ അല്ലേ. ഇനി ഇതിന് സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ നാം എന്ത് ചെയ്യണം? ഹാസ് ബീൻ എന്ന് കൊടുക്കണം. ഉദാഹരണം, ഹി ഹാസ് ബീൻ എ ഡോക്ടർ ഫോർ 2 years. അവൻ 2 വർഷമായി ഒരു ഡോക്ടർ ആണ്. ഇനി ഇതിനെ ക്വസ്റ്റ്യനിലേക്ക് മാറ്റുമ്പോൾ ഹാസ് ഹി എന്നാക്കും. സബ്ജക്റ്റ് ഓക്സിലറി വേർബും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ ക്വസ്റ്റ്യൻ ലഭിക്കും. വേറൊരു മാറ്റി നമ്മൾ ചെയ്യരുത്. ഹാസ് ഹി ബീൻ എ ഡോക്ടർ ഫോർ 2 years. 2 വർഷമായി അവനൊരു ഡോക്ടർ ആണോ. ഇനി ഇത് നെഗറ്റീവ് ആക്കുന്ന സമയത്ത് ഒന്നാമത് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ഹാസ് ഉണ്ട്. ഹാസ് എന്നുള്ള ഓക്സിലറി വേർബിൻ്റെ കൂടെ നോട്ട് കൊടുക്കുക. നോട്ടിൻ്റെ ഷോർട്ട് ഫോം ഉപയോഗിക്കുക. അപ്പോൾ ഹാസിൻറ്റ് എന്ന് ലഭിക്കും. ഹി ഹാസിൻറ്റ് ബീൻ എ ഡോക്ടർ ഫോർ 2 years. 2 വർഷമായി അവനൊരു ഡോക്ടർ അല്ല. ഇനി 2 വർഷമായി അവനൊരു ഡോക്ടർ അല്ല എന്ന് ചോദിക്കാൻ ചെയ്യണം? ഹാസിൻറ്റ് എന്നുള്ളത് ഫസ്റ്റ് കൊടുക്കണം, സബ്ജക്റ്റ് ശേഷം കൊടുക്കുക. ഹാസിൻറ്റ് ഹി ബീൻ എ ഡോക്ടർ ഫോർ 2 years. അവൻ 2 വർഷമായി ഒരു ഡോക്ടർ അല്ലേ. ഇനി ബഹുവചനം ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ദേ ആണെങ്കിലോ ദേ ഹാവ് ബീൻ ടീച്ചേഴ്സ് ഫോർ 5 years. അവർ 5 വർഷമായി അവർ അധ്യാപകരാണ്. ഹാവ് ദേ ബീൻ എ ടീച്ചേഴ്സ് എന്ന് ഉപയോഗിക്കില്ല. ഹാവ് ദേ ബീൻ ടീച്ചേഴ്സ് ഫോർ 5 years. 5 വർഷമായി അവർ അധ്യാപകർ ആണോ. ഇനി അതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ They haven't been teachers for 5 years. 5 വർഷമായി
അവർ അധ്യാപകർ അല്ല. ഇനി അതിന് ക്വസ്റ്റ്യനിലേക്ക് മാറ്റുമ്പോൾ ഹാവിൻ ദേ ബീൻ ടീച്ചേഴ്സ് ഫോർ 5 years, അവർ 5 വർഷമായി അവർ അധ്യാപകർ അല്ലേ? ഇത് നന്നായിട്ട് മറ്റു ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലായി. സബ്ജക്റ്റ് ഐ, യു, ദേ, വി അതുപോലുള്ള ബഹുവചന സബ്ജക്റ്റ് വരികയാണെങ്കിൽ നമ്മൾ ഹാവ് ബീൻ എന്ന് ഉപയോഗിക്കണം. സിംഗുലർ സബ്ജക്റ്റ് അഥവാ ഏകവചന സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ് ഇതുപോലുള്ള ഏകവചന സബ്ജക്റ്റ് വരികയാണെങ്കിൽ നാം അവിടെ ഹാസ് ബീൻ എന്ന് ഉപയോഗിക്കണം. നമ്മൾ നേരത്തെ പഠിച്ചു, മുമ്പ് തുടങ്ങിയൊരു പ്രവൃത്തി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ടേം നാം ഉപയോഗിക്കുന്നത്. മുമ്പൊരു കൃത്യമായ നമ്മളെ ഈ ജോലി തുടങ്ങി കൃത്യമായ സമയം നമ്മൾ പറയുന്നുവെങ്കിൽ അവിടെ സിൻസ് ഉപയോഗിച്ചിരിക്കണം. കൃത്യമായ സമയമുള്ളൊരു ഏകദേശ ടൈമാണ് പറയുന്നതെങ്കിൽ അവിടെ ഫോർ എന്നാണ് ഉപയോഗിക്കുക. ഉദാഹരണം, ഐ ഹാവ് ബീൻ എ ടീച്ചർ ഫോർ 5 years, 5 വർഷമായി ഞാനൊരു അധ്യാപകനാണ്. അവിടെ കൃത്യമായ ടൈമിൽ 5 വർഷത്തോളം എന്നൊരു ഏകദേശ ടൈമാണ്, അപ്പോൾ അവിടെ ഫോർ ഉപയോഗിച്ചു. ഇനി കൃത്യമായ ടൈം നമുക്ക് അറിയാമെങ്കിൽ സിൻസ് ഉപയോഗിക്കാൻ സാധിക്കും. ഐ ഹാവ് ബീൻ എ ടീച്ചർ സിൻസ് 2000, 2000 മുതൽ ഞാൻ അധ്യാപകനാണ്. 2000 ഐ ഹാവ് ബീൻ എ ടീച്ചർ സിൻസ് 2000, 2000 മുതൽ ഞാൻ അധ്യാപകനാണ്. അവിടെ കൃത്യമായ ടൈമുണ്ട് 2000 എന്നുള്ളത്. അപ്പോൾ അതിനു മുമ്പ് നാം സിൻസ് ഉപയോഗിക്കുന്നു. ഇനി ഒരാളുടെ പേര് ഉപയോഗിച്ച് എങ്ങനെ പറയാമെന്ന് നോക്കാം. സാലിമിനെ കുറിച്ച് പറയുക. സാലിം ഹാസ് ബീൻ എ ഡോക്ടർ ഫോർ 2 years, സാലിം 2 വർഷമായി ഡോക്ടർ ആണ്. ഹാസ് സാലിം ബീൻ എ ഡോക്ടർ ഫോർ 2 years, സാലിം 2 വർഷമായി ഡോക്ടർ ആണോ? സാലിം ഹാസിൻ ബീൻ എ ഡോക്ടർ ഫോർ 2 years, 2 വർഷമായി സാലിം ഡോക്ടർ അല്ല. ഹാസിൻ സാലിം ബി എ ഡോക്ടർ ഫോർ 2 years, 2 വർഷമായി സാലിം ഡോക്ടർ അല്ലേ? ഇനി നമുക്ക് 2 പേരുകൾ ഒരുമിച്ച് എങ്ങനെ പറയാമെന്ന് നോക്കാം. അപ്പോൾ അത് ബഹുവചനമാകും. രാഹുൽ ആൻഡ് റഹീം ഹാവ് ബീൻ ടീച്ചേഴ്സ് ഫോർ 5 years, 5 വർഷമായി രാഹുലും റഹീമും അധ്യാപകർ ആണ്. ഹാവ് രാഹുൽ ആൻഡ് റഹീം ബി ടീച്ചേഴ്സ് ഫോർ 5 years, രാഹുലും റഹീമും 5 വർഷമായി അവർ അധ്യാപകർ ആണോ? രാഹുൽ ആൻഡ് റഹീം ഹാവിൻ ബീൻ ടീച്ചേഴ്സ് ഫോർ 5 years, 5 വർഷമായി രാഹുലും റഹീമും ടീച്ചർമാർ അല്ല. ഹാവിൻ രാഹുൽ ആൻഡ് റഹീം ബി ടീച്ചേഴ്സ് ഫോർ 5 years, 5 വർഷമായി രാഹുലും റഹീമും ടീച്ചർമാർ അഥവാ അധ്യാപകർ അല്ലേ? ഇനി നിർജ്ജീവമായൊരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ നാം ഇറ്റ് എന്നുള്ളത് ഉപയോഗിക്കുന്നു. ഉദാഹരണം, ഇറ്റ് ഹാസ് ബീൻ എ ബെഞ്ച് ഫോർ 1 year, 1 വർഷമായി അതൊരു ബെഞ്ചായിരുന്നു. ഇപ്പോൾ അത് ബെഞ്ചല്ല, ഇപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേറൊരു ഫർണിച്ചറാക്കി മാറ്റി. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഹാസ് ബീൻ എ ബെഞ്ച് ഫോർ 1 year, ഹാസ് ഇറ്റ് ബീൻ എ ബെഞ്ച് ഫോർ 1 year, it hasn't been a bench for 1 year, hasn't it been a bench for 1 year. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്കതിന് മീനിങ് വ്യക്തമായിട്ടുണ്ട്. ഇറ്റ് ഹാസ് ബീൻ എ ബെഞ്ച് ഫോർ 1 year, 1 വർഷമായി അതൊരു ബെഞ്ച് ആയിരുന്നു. ഹാസ് ഇറ്റ് ബീൻ എ ബെഞ്ച് ഫോർ 1 year, 1 വർഷമായി അതൊരു ബെഞ്ച് ആയിരുന്നു. ഇറ്റ് ഹാസൻറ്റ് ബീൻ എ ബെഞ്ച് ഫോർ 1 year, 1 വർഷമായി അതൊരു ബെഞ്ച് ആയിരുന്നില്ല. ഹാസൻറ്റ് ഇറ്റ് ബീൻ എ ബെഞ്ച് ഫോർ 1 year, 1 വർഷമായി അതൊരു ബെഞ്ച് അല്ലേ? നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എല്ലാ ദിവസവും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.
ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.